വേദിയിലേക്ക് ഇനി കടന്നു വരുന്ന പ്രശസ്തനായ അതിഥിയാര് കവിയും ഗാനരചയിതാവുമായ ശ്രീ അനിൽ പനച്ചൂരാൻ. ശ്രീ അനിൽ പനച്ചൂരാൻ, വാക്ക് ഇൻ പ്ലീസ്. വെൽക്കം ടു ദി ഷോ. അശ്വമേധത്തിലേക്ക് സ്വാഗതം. അശ്വമേധത്തിന്റെ ഈ പുതിയ ഫോമാറ്റ് കണ്ടിട്ടുണ്ടോ? അശ്വമേധം കണ്ടിട്ടുണ്ടോ? മുമ്പ് കണ്ടിട്ടുണ്ട്. പഴയ അശ്വമേധം കണ്ടിട്ടുണ്ട്. ആ കുതിര ഇപ്പോഴും ഓടിക്കൊണ്ടേയിരിക്കും. കടിഞ്ഞാണില്ല. ഒരു 4 വരി കവിത ചൊല്ലിയിട്ട് നമുക്ക് യാഗത്തിലേക്ക് കിടക്കാം. ഞാൻ വളരെ പെട്ടെന്ന് വയലാറിനെയൊക്കെ പെട്ടെന്ന് ഇങ്ങനെ മനസ്സിലൂടെ ഒരുപാട് പേര് പോവുകയായിരുന്നു. കവിത എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കുതിരയെ കണ്ടപ്പോൾ അങ്ങനെ ഒരുപാട് കവിതകൾ. വിജയത്തിൻ്റെ അശ്വമേധം. ഓരോ മഴ പെയ്ത് തോരുമ്പോഴും എൻ്റെ ഓർമ്മയിൽ വേദനയാകുമാ ഗദ്ഗതം. ഒരു മഴ പെയ്തെങ്കിൽ അറിവിന്റെ ഈ മഴക്കാലത്തിലേക്ക് താങ്കൾക്ക് വീണ്ടും സ്വാഗതം. യാഗം ആരംഭിക്കാം. എന്താണ് ആ വിഷയം? എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട വിഷയമാണ് പ്രകൃതി. ഈ പ്രകൃതിയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം വെനിസ്വേലയിലാണ്. ശരിയോ തെറ്റോ? ശരിയാണ്. പണ്ടത് ഏഞ്ചൽ ഫോൾസ് ആയിരുന്നു. ഇപ്പോൾ അതിന് കെരാക്ക കുപ്പായ മേരു എന്നാണ് പുതിയ പേര്. കൺഗ്രാറ്റുലേഷൻസ്. മിർ റിയൽറ്റേഴ്സിന്റെ 1000 രൂപ താങ്കൾക്ക് സ്വന്തം. ഇനി രണ്ടാം ബൗളിലേക്ക് കിടക്കും. എനിക്കൊരു പിടിയില്ലാത്ത വിഷയമാണ് ബഹിരാകാശം. സാരമില്ല. പണ്ടൊരു ചൈനക്കാരൻ ബഹിരാകാശത്തേക്ക് പോകാൻ വേണ്ടി കസേരയിൽ എലിവാണം കെട്ടി ശ്രമിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ആദ്യത്തെ പരാജിത ശ്രമങ്ങളിൽ ഒന്നതായിരിക്കാം. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? മിർ അല്ലെങ്കിൽ വാൻഹോ? വാൻഹോ ശരിയായ ഉത്തരമാണ് താങ്കൾ പറഞ്ഞത്. മിർ റിയൽറ്റേഴ്സിന്റെ 2500 രൂപയുടെ സമ്മാനം താങ്കൾ സ്വന്തമാക്കി. ഇനി മൂന്നാം ബൗളിലേക്ക് കിടക്കാം. തുറക്കാം. വേൾഡ് ഹിസ്റ്ററി, ലോകചരിത്രം. ചെഷസ്ക്യൂ ഏത് രാജ്യത്തിന്റെ ഭരണാധികാരിയായിരുന്നു? ബൾഗേറിയ, ഹംഗറി, റൊമേനിയ. ശരിയായ ഉത്തരം. മിർ റിയൽറ്റേഴ്സിന്റെ 5000 രൂപയുടെ സമ്മാനം അനിൽ പനച്ചൂരാൻ താങ്കൾ സ്വന്തമാക്കി. ഇനി ഒരു കാഴ്ചക്കടമ്പ. ಇಲ್ಲಿ ಬಾರ ಬಡ್ಡಿ ಮಗನೇ. ഇതേത് സിനിമയാണെന്ന് മനസ്സിലായി കാണും. വിധേയനാണത്. ഭാസ്കര പട്ടേലിനെ കുറിച്ചുള്ള വിധേയൻ. ഈ സിനിമയുടെ കഥ ആരുടേതാണ്? സക്കറിയ. ശരിയായ ഉത്തരമാണ്. മിർ റിയൽറ്റേഴ്സിന്റെ 10000 രൂപയുടെ സമ്മാനം താങ്കൾ സ്വന്തമാക്കി കഴിഞ്ഞു. യാഗത്തെ 4 ചോദ്യങ്ങളും അനിൽ പനച്ചൂരാൻ എന്ന കവി അനിതര സാധാരണമായ ലാഘവത്തോടെ കൈകാര്യം ചെയ്ത് വിജയം കൈവരിച്ചിരിക്കുന്നു. അദ്ദേഹം യജ്ഞത്തിലേക്ക് പ്രവേശിക്കുമോ അറിയില്ല. Yes is the sign and Anil Panachuran, please walk in.
യജ്ഞത്തിലേക്ക് സ്വാഗതം ശ്രീ അനിൽ പനച്ചൂരാൻ. ഇനിയാണ് താങ്കൾ കണ്ടു പരിചയിച്ച അശ്വമേധം തുടങ്ങുന്നത്. ആ ബൗളിൽ ലോകത്തിലെ എല്ലാ വിഷയങ്ങളും എഴുതിയിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു കടലാസ് കഷ്ണം താങ്കൾക്ക് എടുക്കാം. ശ്രീ അനിൽ പനച്ചൂരാൻ വിചാരിച്ച പേര് ജൂറി അപ്രൂവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആരംഭിക്കും കാവ്യയജ്ഞം. ശ്രീ അനിൽ പനച്ചൂരാൻ സ്വാഗതം യജ്ഞവേദിയിലേക്ക്. ഈ കവി നിർദ്ദേശിച്ച പേര് ശ്രീ വി കെ ശ്രീരാമൻ താങ്കൾ അംഗീകരിക്കുന്നു? അപ്രൂവ്. സഹായിക്കാൻ നിമ്മി തയ്യാറുമാണ്? തയ്യാറാണ്. പ്ലീസ് സിറ്റ് ഡൗൺ. സോ അനിൽ, അശ്വമേധം കളി അവിടെ നിൽക്കട്ടെ. ഇഷ്ടമല്ലേ കളി? പിന്നെ തീർച്ചയായിട്ടും അതവിടെ നിൽക്കട്ടെ. അതിനു മുമ്പ് വലയിൽ വീണ കിളികളെ കുറിച്ചൊന്ന് കേൾക്കാം. വലയിൽ വീണ കിളികളാണ് നാം, വലയിൽ വീണ കിളികളാണ് നാം, ചിറകൊടിഞ്ഞൊരിണകളാണ് നാം, വഴിവിളക്ക് കണ്ണ് ചിമ്മുമീ വഴിയിലെന്ത് നമ്മൾ പാടണം, വെയിലെരിഞ്ഞ വയലിലന്നു നാം കൊയ്ത്തു പാട്ടു കേട്ടു പാറവേ, ഞാനൊടിച്ച കതിര് പങ്കിടാൻ കൂടണഞ്ഞ പെൺകിടാവു നീ, വേടനിട്ട കെണിയിൽ വീണു നാം വേർപ്പെടുന്നു നമ്മളേകരായി, കൂട്ടിലന്ന് പങ്കുവച്ചൊരാ പൊൻകിനാക്കളിനി വിരിയുമോ. കൂട്ടിലന്ന് പങ്കുവച്ച പൊൻകിനാക്കൾ ഇനി വിരിയുമോ. അതെ. പിന്നെയാണ് കവിതയുടെ കാലത്ത് നിന്നും മെല്ലെ മെല്ലെ ചലച്ചിത്രങ്ങളുടെ കാലത്തിലേക്ക് പോകും. അതെ. അറബിക്കഥയിലെ പാട്ടാണ് ഒരു അൾട്ടിമേറ്റ് ട്വിസ്റ്റ് ആയിട്ട് അങ്ങ് മാറിയത്. അതെ. അതൊന്നും പാടാം. ചോര വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം ചേതനയിൽ നൂറു നൂറു പൂക്കളായി പൊലിക്കവേ, നോക്കുവിൻ സഖാക്കളെ നമ്മൾ വന്ന വീതിയിൽ ആയിരങ്ങൾ ചോര കൊണ്ടെഴുതി വച്ച വാക്കുകൾ, മൂർച്ചയുള്ളൊരായുധങ്ങളല്ല പോരിനാശ്രയം, ചേർച്ചയുള്ള മാനസങ്ങൾ തന്നെയാണതോർക്കണം, ഓർമ്മകൾ മരിച്ചിടാതെ കാക്കണം കരുത്തിനായി, കരിരുമ്പിലെ തുരുമ്പ് മായ്ക്കണം ജയത്തിനായി, നട്ട് കണ്ണ് നട്ട് നാം വളർത്തിയ വിളകളെ കൊന്ന് കൊയ്തു കൊണ്ടുപോയ ജന്മികൾ ചരിത്രമായി, സ്വന്തം ജീവിതം ബലി കൊടുത്ത് കോടി മാനുഷർ പോരടിച്ച് കൊടി പിടിച്ച് നേടിയതീ മോചനം. സ്വന്തം ജീവിതം ബലി കൊടുത്ത് നേടിയ മോചനം. ഒരുപാട് പേരുടെ ദീപശിഖയിൽ നിന്നും കൊളുത്തിയെടുത്ത തെളിച്ചവും വെളിച്ചവും നെഞ്ചിലേറ്റിക്കൊണ്ട് ഒരുപാട് ധീരന്മാരായ സഖാക്കൾ ചേർന്നെടുത്ത മോചനമാണ്, അല്ലേ? അതെ. നമുക്ക് ആരംഭിക്കാം. തീർച്ചയായിട്ടും. പുരുഷൻ അല്ല. ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. ഇന്ത്യൻ? തീർച്ചയായും. മലയാളി? അല്ല. സാധാരണഗതിയിൽ മരണം? അതെ. ആണ്. അതെ. 1950 ശേഷം മരണം? അല്ല. 1900 ശേഷം മരണം? അതെ. സൗത്ത് ഇന്ത്യൻ? അല്ല. രാഷ്ട്രീയം, കലാസാഹിത്യം ഇതിലൊന്നാണ് പ്രധാനം? ഇതിലൊന്നിലുമില്ല. മതപരം, ആത്മീയം, സാമൂഹ്യ പ്രവർത്തനം? അതിലൊന്നിലുണ്ട്. ജനിച്ചതും ഇന്ത്യയിൽ തന്നെയാണോ? അതെ. ആണോ? ബന്ധുക്കൾ ആരെങ്കിലും പ്രശസ്തരായിരുന്നു? വളരെ വളരെ പ്രശസ്തരായ
ബന്ധുവാണ്. താങ്കൾ വിചാരിച്ച വ്യക്തിയുടെ പേര് ആരംഭിക്കുന്നത് എസ് എന്ന അക്ഷരത്തിലാണോ? അല്ല അല്ല അല്ല. സാമൂഹ്യ പ്രവർത്തനമായിരുന്നു പ്രധാനം. സാമൂഹ്യ പ്രവർത്തനം ഉണ്ടായിരുന്നു എന്ന് പറയാം. അല്ല, മതപരം ആത്മീയം സാമൂഹ്യ പ്രവർത്തനം ഇതിലൊന്നുണ്ട് എന്ന് ഉള്ള ആളാണ്. അതിൽ പ്രധാനം സാമൂഹ്യ പ്രവർത്തനമാണ്. അതിലേ ഉള്ളൂ. സാമൂഹ്യ പ്രവർത്തനത്തിൽ ആണ്. മതപരമാത്മീയം എന്നുള്ളതിനേക്കാൾ കൂടുതൽ സാമൂഹ്യ പ്രവർത്തനത്തിലാണ് ഉണ്ടായിരുന്നത്. ബന്ധുത്വം വഴിയും പ്രശസ്തിയുണ്ട്. അതെ. ആ ബന്ധു ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. ആ ബന്ധുവിന്റെ മരണം സാധാരണഗതിയിലുള്ള മരണമാണോ? അല്ല. അല്ല. ബന്ധു മരിക്കുന്നതിന് മുൻപേ പക്ഷേ അവർ മരിച്ചു. ഡർബനിലെ ആശുപത്രിയിൽ കിടക്കുമ്പോൾ ആട്ടിൻ സൂപ്പ് ആവശ്യപ്പെട്ടപ്പോൾ ഡോക്ടർമാർ ആട്ടിൻ സൂപ്പ് കുടിക്കണം എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ പോലും അവർ ആട്ടിൻ സൂപ്പ് കുടിക്കാൻ തയ്യാറായില്ല. ഇല്ല. അവരുടെ പേരിൽ സേവാ സദനുകളുണ്ട് ഇന്ത്യയിൽ. അതാണ് ഞാൻ ചോദിച്ചപ്പോൾ സാമൂഹ്യ പ്രവർത്തകരെന്ന് ചോദിച്ചപ്പോഴും പെട്ടെന്ന് ഞാൻ ഒന്ന് പസിൽ ചെയ്തത് അതുകൊണ്ടാണ്. അങ്ങനെ പറയാമെന്ന് വെച്ചാൽ അതല്ലേ പറയാനുള്ളൂ. താങ്കൾ വിചാരിച്ചത് രാമന്റെ പേരിൽ, റഹീമിന്റെ പേരിൽ ഈ രാജ്യത്തിനേറ്റ മുറിവിന്റെ നീറ്റൽ മാറ്റാൻ തനിക്കുള്ളതൊക്കെയും ഒടുവിൽ തന്നെയും സമർപ്പിച്ച അർത്ഥനഗ്നനായ ആ സന്യാസിയുടെ ഭാര്യയാണ് കസ്തൂർബാ ഗാന്ധി. കസ്തൂർബാ ഗാന്ധി. കസ്തൂർബാ ഗാന്ധി മഹാത്മാഗാന്ധിയുടെ പത്നിയും പ്രമുഖ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്നു കസ്തൂർബാ ഗാന്ധി. പോർബന്തറിൽ ഗോകുൽദാസ് നഗഞ്ചിയുടെയും വിരാജ് ജുൻവറിന്റെയും മകളായി ജനിച്ചു. 1882 മഹാത്മാഗാന്ധിയുമായുള്ള വിവാഹം നടന്നു. ഇവർക്ക് ഹരിലാൽ ഗാന്ധി, മണിലാൽ ഗാന്ധി, രാംദാസ് ഗാന്ധി, ദേവദാസ് ഗാന്ധി എന്നീ പുത്രന്മാരുണ്ടായി. ഉപ്പു സത്യാഗ്രഹത്തെ തുടർന്ന് ഗാന്ധിജി ജയിലിലായപ്പോൾ ഗ്രാമങ്ങളിൽ സമര പോരാളികൾക്ക് ഊർജം പകർന്നത് കസ്തൂർബയായിരുന്നു. Thank you very much for your active participation, Mr. Thank you. അനിലിനെ കുറിച്ചൊരു വാർത്ത കേട്ടു. അനിൽ ഈ ഗാനരചനയ്ക്കപ്പുറം അനിൽ ഇപ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോവുകയാണ്. ആ സിനിമയെ കുറിച്ച് കൂടി പറയും. സിനിമയുടെ പേര് കിഡ്നി ബിരിയാണി എന്ന് പറഞ്ഞു. കിഡ്നി ബിരിയാണി, അതിനങ്ങനെയാണ് പേര്. അപ്പൊ അതിലൊരു വേഷം ചെയ്യുന്നുണ്ട് ഞാൻ. വേഷം കിഡ്നിയുടേതും ബിരിയാണിയുടേതും അല്ലല്ലോ? രണ്ടും അല്ല. പ്രധാന വേഷമാണ്. അങ്ങനെ വേണമെങ്കിൽ പറയാവുന്ന ഒരു വേഷമാണ്. എങ്കിലും അത് വേഷത്തിനപ്പുറം അതിന്റെ കഥയാണ് പ്രധാനം. സംവിധാനം ചെയ്യുന്ന മധു തത്തമണി എന്ന് പറഞ്ഞൊരു പുതിയ ഡയറക്ടറാണ്. അദ്ദേഹം വേറൊരു സിനിമ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ സിനിമയാണ് അദ്ദേഹത്തിൻ്റെ ഇത്. അപ്പോൾ അതിൽ മധു സാറുണ്ട്, പിന്നെ കുറേ അധികം ആർട്ടിസ്റ്റുകളുണ്ട്, നമ്മുടെ നാട്ടിലെ ആർട്ടിസ്റ്റുകളുണ്ട്. അതിൽ ഞാനൊരു പാവം ഉണ്ട്. അത് വലിയ കാര്യമായിട്ട് ഒരു അഭിനയം എന്നുള്ള നിലയിലല്ല, അതൊരു എനിക്ക് ചെയ്യുന്ന അനുഭവം എന്നുള്ള നിലയിലാണ്. അതായത് ഈ അഭിനയം വന്ന് ഹൃദയത്തിൽ മുട്ടുമ്പോൾ അഭിനയിക്കുകയല്ല, അഭിനയിച്ച് ഹൃദയത്തിൽ മുട്ടി അഭിനയിക്കാം എന്നുള്ളത്. അത്രേ ഉള്ളൂ. നിമ്മി പ്ലീസ്. ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല, ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇത് ശ്രീ അനിൽ പനച്ചൂരാൻ എന്ന കവിയുടെ ഉജ്ജ്വലമായ കാവ്യസബരിക്ക് ഞങ്ങളുടെ അശോപഹാരം. ഇത് മിർ റിയൽറ്റേഴ്സ് നൽകുന്ന ക്യാഷാണ്. ഇതിവിടെ ഇരുന്നോട്ടെ, ഇത് തരാം, ഇവിടെ ഇരിക്കട്ടെ, ഇപ്പൊ തരാം. പകരം ഇത് കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരുപക്ഷെ സാമാന്യ പ്രേക്ഷകർക്ക് അത്രത്തോളം പരിചിതമില്ലാത്ത, എനിക്കെന്നാൽ പ്രിയങ്കരം എന്ന് തോന്നിയ ഭ്രാന്തിയിലെ വരികൾ ഒന്ന് ചൊല്ലു. ഇടവമാസപ്പെരും മഴ പെയ്തരാവതിൽ കുളിരിന് കൂട്ടായി ഞാൻ നടന്നു. ഇരവിൻ്റെ നൊമ്പരം പോലൊരു കുഞ്ഞിൻ്റെ തേങ്ങലൻ കാതിൽ പതിഞ്ഞു. തെരുവിൻ്റെ കോണില പിടികത്തിണ്ണയിൽ ഒരു കൊച്ചു കുഞ്ഞിൻ കരച്ചിൽ. ഇരുളും തുറന്നു ഞാൻ അവിടേക്ക് ചെല്ലുമ്പോൾ ഇട നെഞ്ചറിയാതെ തേങ്ങി. നഗരത്തിലൊക്കെ അലയുന്ന ഭ്രാന്തിയെ പീഡികത്തിണ്ണയിൽ കണ്ടു. നഗ്നയാം അവളുടെ തുട ചേർന്നു പിടയുന്നു ചോരപ്പുതപ്പിട്ട കുഞ്ഞും.
അരികത്തടുത്തിതാ ചാവാലി നായ്ക്കളും ഒരു ദൃഷ്ടി സാക്ഷിയായി ഞാനും. അമ്മയുടെ നോവാറിയില്ല ആ ഭ്രാന്തി കണ്ണടച്ച് നേക്കുമായി. ആലംബമില്ലാതെ കരയുന്ന കുഞ്ഞിന് പാലില്ല, പാൽ നിലാവില്ല. ആലംബമില്ലാതെ കരയുന്ന കുഞ്ഞിന് പാലില്ല, പാൽ നിലാവില്ല. ഈ തെരുവിന്നൊരനാഥനെ തന്നിട്ടു പോയവൾ തെറിവാക്ക് പറയുന്ന ഭ്രാന്തി. ആലംബമില്ലാതെ ശരണമില്ലാതെ അനാഥരായി മാറുന്ന ഒരുപാട് തെരുവ് ബാല്യങ്ങളുടെ നൊമ്പരമുണ്ട്, വേദനയുണ്ട് അനിൽ ആ കവിതയിൽ. 2.5 ദശാബ്ദം നീളുന്ന നമ്മുടെ സൗഹൃദത്തിൽ താങ്കളുടെ ഈ സാന്നിധ്യത്തിന് തീക്ഷ്ണമായി നന്ദി രേഖപ്പെടുത്തുന്നു. വളരെയധികം. മിർ റിയൽറ്റേഴ്സ് നൽകുന്ന ക്യാഷ് അവാർഡ്. Hello YouTube, my name is Lakshmi Menon. So last week was Children's Day. I had a talk with an old friend of mine. അപ്പോഴാണ് സത്യം പറഞ്ഞാൽ കുട്ടിക്കാലത്തെ കുറേ കാര്യങ്ങൾ ഓർത്തത്, കുറേ പൊട്ടത്തരങ്ങൾ ഓർത്തത്. നമ്മൾ കുട്ടിക്കാലത്ത് ശരി എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും വലുതായി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും തെറ്റാണെന്ന്. So that is this whole video is gonna be about my childhood myths. ഞാൻ ഡയറ്റ് എടുക്കാറില്ല, പിന്നെ ഇവരെ ഡയറ്റ് എടുത്തിട്ടില്ല. ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാനിപ്പോ ബർഗർ കഴിച്ചുകൊണ്ടിരിക്കുക. ശരിയായില്ല, ഒന്നുകൂടി. നെയിൽ പോളിഷ് വന്നാ വന്നാ ഒക്കെ കറക്റ്റ് അല്ല, ഒന്നുകൂടെ എഡിറ്റ് ചെയ്യുമ്പോ ബ്രൈറ്റ്നസ് കുറച്ച് കൂട്ടണേ പ്ലീസ്.